എടുക്കണേ കേട്ടോ. ഇങ്ങോട്ട് കൊണ്ടുവരിക, സ്ട്രെച്ചറിൽ കൊണ്ടെടുക്കാം. കുടുംബക്കാരിലൊന്ന് കാണുന്നതാണ്. ഇപ്പോൾ പുറത്തെടുക്കും കേട്ടോ, ഇപ്പോൾ പുറത്തെടുക്കും. കയറണം, നമ്മൾ സൗകര്യമായിട്ട് പിന്നെ ചടങ്ങിലേക്ക് കിടക്കണ്ടേ. ആയിക്കോട്ടെ, ആരും അങ്ങോട്ട് കയറല്ലേ. അതിനുള്ളിൽ ഫുള്ളാണ്. വൈഫിൻ്റെ അച്ഛനുണ്ട്, വൈഫിൻ്റെ അച്ഛനുണ്ട്. വിജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം സാംഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കയറിയിട്ട് നമുക്ക് എല്ലാ വിഷയവും എല്ലാത്തിനും ഇതിന് ബോഡി എല്ലാം കൊണ്ടുപോയി തരുമായി അതിനെപ്പടി വണ്ടിയുണ്ട് കുട്ടിയെ അരവാക്കാം വണ്ടി എടുക്കുന്ന
ഒരുവരായിട്ടിരിക്കട്ടെ പാവം. വരുന്നവരെ ഒന്ന് കറക്കി വിടുകയാണെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു സ്റ്റെപ്പിന്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു പട്ടം നേരം കൊണ്ടുവന്നിട്ടില്ല. ഇല്ല പട്ടില്ല, പട്ടിന്റെ പരിപാടി അനീഷ വഴിയെ കൊടുക്കുന്നവർ വന്നോട്ടെ. തിരിയായി പോടാ. തീ കൊണ്ടു ചൂടില്ല. ഇല്ല അത് മാത്രമേ നമ്മൾ നോക്കൂ. കടന്നു പോണേ ചോദിച്ചിട്ട് വിളിച്ചു വണ്ടിയിലാണ് കയ്യല്ല ഇല്ല അവള് നോട്ടിട്ടില്ലേ മൈസൂർ നിന്നില്ല നേരത്തെ പട്ടാൻ കിട്ടിയില്ലേ 5:10 എത്തുന്നല്ലേ ഷാനി 5:10 എത്തുന്നു. കുറിച്ച് ഞാൻ പ്രധാനം വിളിച്ചതേതാ അമ്മച്ചോന്ന് വിളിച്ചിട്ടില്ലെന്നോ അവിടെ അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. അരമണിക്കൂറിൻ്റെ പറയണ്ടേ റെഡിയാണ്ടേ. അല്ല 5 മണിക്ക് ആംബുലൻസ് വേണം എൻ്റെ കറക്റ്റേ. അതെ നാളെ കൊല്ലത്ത് എന്നാൽ ശരിയാണ്. അടുത്ത നോക്കാം. ഓക്കെ ഒന്നാംകൂടിയിൽ 5:15 വണ്ടിയിലെത്തും. മൂന്ന് രാത്രിയല്ലേ? ഇന്ന് വ്യാഴാഴ്ചയല്ലേ? രാത്രി വെള്ളി ശനി ഞായറാഴ്ച.
സുനിക്ക് വിളിച്ചിട്ട് കിട്ടിയെന്ന് സുനിക്ക് വിളിച്ചിട്ട് മറ്റോടെ കിട്ടിയെന്ന് ആരാ വിജയ് ഫ്രിഡ്ജിൻ്റെ കംപ്ലൈൻറ്റ് അത് പക്ഷേ വണ്ടി കൊണ്ടുപോയി തിരുത്തിന്ന് വണ്ടി കൊണ്ടുപോയി അതൊന്നും കുഴപ്പമില്ല. ആ കടക്കാൻ പറ അവരോട് എനിക്ക് ഭയങ്കര ഇഷ്ടം മുത്തേ. ഇങ്ങനെ പോലെ ഞാൻ അറിയണ്ട. എന്നോടൊന്ന് പറ, എനിക്ക് ഞാൻ എപ്പോ എന്നോട് ഞാൻ പറയല്ലേ മുത്തേ. എപ്പോ എന്നോട് പറയണ്ട. എന്നോട് എന്ത് കാര്യം നിന്നുടെ പാദസായുജ്യം നുകരുവാൻ ഇന്നിതാ ഞാൻ വിടവാങ്ങിടുന്നു. സാന്ദ്ര സംഗീതം മുഴക്കി ഉഷസ്സിലായി എന്നെ ഉണർത്തുന്ന പക്ഷികളെ യാത്ര ചോദിപ്പു ഞാൻ നിങ്ങളെനിക്കന്ത്യ യാത്രാമൊഴിയൊന്നു പാടിടേണം. രാവും പകലുമായി കാലചക്രത്തിന്റെ പേരിൽ വസിക്കുന്ന കർമ്മസാക്ഷി ആയുസ്സും ആരോഗ്യമെനിക്കേകിയ ആദിത്യനെ വിട നൽകിയാലും എത്ര നിശീധിനിയാമങ്ങളിൽ എനിക്കെത്രയും സ്വാന്തനമായുദിച്ചു. പാലൊളി ചന്ദ്രിക നന്ദിയോതുന്നു ഞാൻ പോയിടട്ടെ വിട നൽകിടുവിൻ. ചന്ദന ശീതള ലേപനമായെന്നും വന്നു തലോടുമൻ തെന്നലെ ഞാൻ മഞ്ഞിനോടിന്നു വിട പറഞ്ഞിടവേ ഒന്നു തലോടി അയച്ചിടുമോ. ഉണ്ണിക്കിടാങ്ങളെ പോയിടുന്നേ ഞാനും കണ്ണിൽ പെടാത്തൊരു വാനിടത്തിൽ കണ്ണായിരമുള്ള താരകമായങ്ങ് വിണ്ണിൽ ഞാൻ കാവലായി നിൽക്കുമെന്നും. എൻ വഴിത്താരയിൽ ദുഃഖ സുഖങ്ങളെ പങ്കിട്ടു ജീവിച്ചൊരുറ്റവരെ യാത്രയാകും നിതാ നിങ്ങൾക്കു നന്മകൾ നേർന്നു ഞാൻ യാത്ര പറഞ്ഞിടുന്നു. കുറ്റം പലതു ഞാൻ ചെയ്തുവെന്നാകിലും തെറ്റുകളെല്ലാം ക്ഷമിച്ചുകൊണ്ട് ഉറ്റവരെ പോലെ എന്നെ സ്നേഹിക്കുന്ന നല്ലവരെ വിട നൽകിയിടുക. എന്റെ സ്വപ്നങ്ങളിൽ ചാരുത ചാർത്തിയ മോഹങ്ങളെ വിട നൽകിയിടുക. ഐഹിക ദുഃഖ നിവർത്തി വരുത്തി ഞാൻ ദൈവിക ലോകത്തു പോയിടട്ടെ. ബന്ധവും സ്വന്തവും വിട്ടെറി നിങ്ങളോടായി യാതനാപൂർണമീ ജീവിതത്തിൽ നിന്നും യാത്രയാകുന്നു ഞാനേകനായി.
സൈഡിൽ വെച്ചാൽ മതി. സൈഡിൽ വെച്ച് കിട്ടാലോ സമയം നല്ലോണം മാറി ചിലപ്പോൾ ജനിച്ചു കിടന്ന പുള്ളി ഒരു 10 മിനിറ്റ് അവിടെ വെച്ചിട്ട് കഴിഞ്ഞാൽ ഫുള്ളായി അവിടെ വെച്ചിട്ട് കണ്ടു എല്ലാം കൂടെ മാറാൻ കണ്ടതാണ്. പഞ്ചായത്തേക്കൊന്നും കുഴപ്പമൊന്നുമില്ല.
ഒന്ന് വഴി അങ്ങ് ആള് ഒന്ന് വരുന്നുണ്ട് ജസ്റ്റ്
അല്ലപ്പാ അവരൊന്ന് എത്തിക്കോട്ടെ. അല്ലല്ല നല്ലോണം കിട്ടും. നമുക്കൊരു പ്രാർത്ഥന കേട്ടോ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമായനും. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും
എല്ലാവരും വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ വെച്ചാൽ പ്രിയപ്പെട്ട സുരേഷ് നന്ദിത്ത് ഇന്ന് വെളുപ്പിനാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. നമുക്കറിയാം, പുന്നത്തലയുടേത് മാത്രമല്ല, പേരാവിൻ്റേതായാലും പൊതുരംഗത്ത് വളരെയേറെ നിറഞ്ഞു നിന്ന വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു വ്യക്തിത്വമായിരുന്നു സുരേഷ്. കഴിഞ്ഞ കാലങ്ങളിൽ പുന്നത്തലയുടേതായ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, സ്കൂൾ സ്റ്റേഡിയമായാലും ക്ഷേത്രത്തിൻ്റെതായാലും എല്ലാ രംഗങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വേർപാട് നാടിനും അതോടൊപ്പം തന്നെ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിനും ഈ കുടുംബത്തിനുമുണ്ടായ ദുഃഖത്തിൽ
നാട് ഒന്നാകെ പങ്കുചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മം നടക്കുന്നത് തറവാട് ശ്മശാനത്തിലാണ്. അതുകൊണ്ട് മറ്റ് ചടങ്ങുകളൊക്കെ ഇന്നിപ്പോൾ ഇവിടുന്ന് പറയുകയാണ്. 3 രാത്രി കഴിഞ്ഞ് ഞായറാഴ്ച പകൽ 7 മണിക്കാണ് കുഴിമൂടൽ ചടങ്ങ് നടക്കുന്നത്. അത് ഒരറിയിപ്പായിട്ട് എല്ലാവരും സ്വീകരിക്കണം. പ്രത്യേകിച്ച് ആരെയും വിളിച്ചു പറയുന്നതല്ല. 7 മണിക്ക് അദ്ദേഹത്തിൻ്റെ കുഴിമൂടൽ ചടങ്ങിൽ പങ്കെടുക്കുകയും എല്ലാവരും ഇവിടെ എത്തിച്ചേരുകയും ചെയ്യണം എന്നൊന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നതിൻ്റെ ഒരു പേരാവൂരിൽ സർവകക്ഷി അനുശോചനമുണ്ട്. ഈ ചടങ്ങ് ഇവിടുന്ന് വിലാപയാത്രയായിട്ട് അദ്ദേഹത്തിൻ്റെ പൊതു ശ്മശാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പറ്റുന്നൊരു പേരാവൂരാണ് അനുശോചനം നടക്കുന്നത്. അനുശോചന യോഗത്തിലും മുഴുവൻ പേരും പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റു കാര്യങ്ങളൊക്കെ അവിടെ സൂചിപ്പിക്കുന്നതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഭവനത്തിൽ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും അദ്ദേഹത്തിൻ്റെ യാത്ര മംഗളം നേരണമെന്ന് അഭ്യർത്ഥിക്കാം. നമ്മളെ ഇന്ന് വിട്ടുപിരിഞ്ഞിട്ടുള്ള ശ്രീ സുരേഷ് നാഥ്യത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തിക്കായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അതിനായി ശാന്തിമന്ത്രം ചൊല്ലുന്നുണ്ടാവും. നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള പുഷ്പം ശാന്തിമന്ത്രത്തിന് ശേഷം ഈ ദേഹത്തിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുക, വലിച്ചെറിയാതിരിക്കുക. പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. शांति शांति शांति. ओम शांति शांति शांति. കഴിഞ്ഞ എല്ലാവരും ഒന്ന് കുറച്ചൊന്ന് സൈഡിൽ വന്നാൽ എവിടെ വെച്ചാ പ്രിയങ്കരനായിരുന്ന പേരാവൂരിൻ്റെ ഒരു മുഖമായിരുന്ന വ്യക്തിത്വം ശ്രീ അന്ത്യത്ത് സുരേഷ് ഏട്ടൻ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. ഇന്ന് സുരേഷ് ഏട്ടനെ പുഷ്പാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ആണ് നമ്മളിവിടെ അനുശോചന യോഗം കൂടിയിട്ടുള്ളത്. ഇന്നത്തെ ഈ അനുശോചന യോഗത്തിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് ഇതിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം. ഇന്നത്തെ ഈ അനുശോചന യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ അനുശോചന യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ശ്രീ ജയപ്രകാശ് ചേട്ടൻ അവരെ ക്ഷണിക്കുന്നു. ബഹുമാനായിട്ടുള്ള ഈ അനുശോചന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പേരാവൂരിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നേതാക്കന്മാരെ, നല്ലവരായ നാട്ടുകാരെ, ഇന്ന് കാലത്ത് നമ്മുടെ പേരാവൂരിൻ്റെ ജനതയാകെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് നമ്മളൊക്കെ ലഭിച്ചത്. ശ്രീ സുരേഷ് നന്ദ്യത്ത് പേരാവൂർ ടൗണിനെ സംബന്ധിച്ച് ഒരു വ്യാപാരി ആയിട്ടാണ് ഇപ്പോൾ
തുടർന്ന് വന്നിരുന്നതെങ്കിലും അദ്ദേഹം പേരാവൂരിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. നമുക്കറിയാം, പേരാവൂരിലെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ചെറിയ പ്രായത്തിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചെറുതും വലുതുമായ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് നല്ലൊരു പ്രാസംഗികരായി ജില്ലയിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറിയിട്ടുള്ള സുരേഷ്, അദ്ദേഹം യുവമോർച്ചയുടെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ചുമതലകൾ വരെ വഹിച്ചിട്ടുള്ള മാന്യ അദ്ദേഹമായിരുന്നു. പിന്നീട് അദ്ദേഹം കച്ചവടത്തിൽ മുഴുകി പേരാവൂരിൽ നല്ല രീതിയിൽ വ്യാപാരം നടത്തി വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് പിടിപെട്ട രോഗം അത് ചികിത്സിച്ച് മാറ്റാൻ പ്രയാസമാണെന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞ സമയത്തും ചെറിയ രീതിയിലുള്ള ചികിത്സകളൊക്കെ ചെയ്ത് നല്ല രീതിയിലുള്ള ചികിത്സകളൊക്കെ ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ അടുത്ത കാലത്തായി രോഗം ഏതാണ്ട് ഭേദപ്പെട്ടു വരുന്നു എന്ന ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചികിത്സ ഏതാണ്ട് നിർത്തിയ പോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ അദ്ദേഹത്തിന് മനസ്സിലായ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. രാമചന്ദ്രൻ ഡോക്ടറെ അടുത്ത് പോയി രാത്രി 11 മണിക്ക് അദ്ദേഹം പരിശോധിച്ച് തൽക്കാലം ഗുളിക എന്തൊക്കെ കൊടുത്തെങ്കിലും മരുന്ന് കൊടുത്തു എങ്കിലും അദ്ദേഹം വളരെ കർശനമായി പറഞ്ഞിരുന്നു ഏതെങ്കിലും നല്ലൊരു വിദഗ്ധ ആശുപത്രി പോയി കാണിക്കണം എന്ന് ഉപദേശിച്ച് വിട്ടതാണ്. പക്ഷേ ഇന്ന് രാവിലെ നമുക്കൊക്കെ കേൾക്കാൻ കഴിഞ്ഞത് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു എന്നുള്ള ദുഃഖവാർത്തയാണ്. ഞാൻ ഏതാണ്ട് ഒരു 8:45 ആണ് ഈ വാർത്ത അറിഞ്ഞത്. അറിഞ്ഞ ഉടനെ ഞാനൊരു യാത്രയ്ക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. നേരെ വീട്ടിൽ പോയ സമയത്ത് അദ്ദേഹം ആ സമയത്ത് മരിച്ചു കിടക്കുന്ന അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ഞാൻ കണ്ടത്. രാത്രി ജീവൻ പോയിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം വീട്ടിൻ്റെ കൊള്ള നിലയിലാണ് കിടന്നിരുന്നത്. കുടുംബം ഭാര്യയും മകളൊക്കെ താഴെയാണ് കിടന്നത്. അവർ സാധാരണ പോലെ അവരുടേതായ ജോലിയിലൊക്കെ ഏർപ്പെട്ടെങ്കിലും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. അങ്ങനെ ഇത് മനസ്സിലാക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. കിടന്നുറങ്ങുന്നുണ്ടാകും എന്നുള്ള രീതിയിലാണ് അവരൊക്കെ കഴിഞ്ഞത്. ആ സമയത്താണ് നമ്മുടെ പ്രിയപ്പെട്ട റോബിൻസിൻ്റെ ഓണർ തോമസ് ഏട്ടനുമായി അദ്ദേഹത്തിന് വല്ലാത്ത ഒരു അടുപ്പമായിരുന്നു. നിങ്ങൾക്ക് പലർക്കും അറിയാം. അങ്ങനെ തോമസ് ഏട്ടൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണാൻ വേണ്ടി പോയി. ഒരു യാത്ര വയനാട്ടിലെ ഒരു ചികിത്സയ്ക്ക് വേണ്ടി പോകണം, അദ്ദേഹത്തെ കൊണ്ടുപോകണം എന്ന രീതിയിലാണ് എല്ലാവരോടുകൂടി വണ്ടിയുമായി തോമസ് ഏട്ടൻ അവിടെ വീട്ടിലെത്തി. തോമസ് ഏട്ടൻ വീട്ടിൽ എവിടെ കയറി തരാൻ സാധ്യതയുണ്ട്. ഞാൻ നേരെ പുള്ളി കിടക്കുന്ന മുകളിലേക്ക് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള ഇടപെടലുകൾ എല്ലാവരോടും നിറബുദ്ധിയോടുകൂടി പെരുമാറുന്ന വ്യക്തിത്വം, ആരെയും വെറുപ്പിക്കാതെ ആരോടും ഒരു കയർത്ത് സംസാരിക്കാത്ത പ്രകൃതം, നല്ലൊരു വ്യക്തിത്വത്തിനുടനെയായിരുന്നു സുരേഷ് നന്ദത്ത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു അസറ്റ് തന്നെയായിരുന്നു സുരേഷ് പ്രവർത്തിച്ചിരുന്ന കാലത്ത് സുരേഷിനെ സംബന്ധിച്ച് ഒരാവേശമായിരുന്നു. സുരേഷിൻ്റെ പ്രസംഗം കേൾക്കാനൊക്കെ ഒരാവേശമായിരുന്നു. ഇപ്പോൾ ഞാനിവിടെ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നത് ഗോണിക്കുപ്പയിൽ നിന്നാണ്. ഗോണിക്കുപ്പയിലെ പാർട്ടിയുടെ മുൻ MLA അദ്ദേഹം ഇപ്പോൾ വിളിച്ച് എൻ്റെ അനുശോചനം അറിയിക്കണം, ഞാൻ അറിയാൻ വൈകി, അതുകൊണ്ട് എത്താൻ പറ്റിയിട്ടില്ല, മറ്റൊരു ദിവസം വരും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ തൊട്ട് മുമ്പാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളുടെ ഉടകിലുള്ള പാർട്ടി പ്രവർത്തകരുടെ അനുശോചനം നിങ്ങളവിടെ പറയണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കർണാടകത്തിലൊക്കെ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത്, ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകും അദ്ദേഹത്തെ. കാരണം മലയാളത്തിൽ പ്രസംഗിക്കുന്ന നല്ല പ്രാസംഗികമാണ് അവർക്ക്. അപ്പോൾ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാറുണ്ട്.
ആ പോയ സ്ഥലത്തൊക്കെ MLA ജയിക്കാറുണ്ട്. അങ്ങനെ അത്രയും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തന രംഗത്ത് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം മരണപ്പെടാനുള്ള പ്രായമൊന്നും ആയില്ല നമുക്കറിയാം. പക്ഷേ അദ്ദേഹത്തിന് ഈ വിയോഗം അത് അകാലത്തിലുള്ളതാണ്. ഈ വിയോഗം നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. നമുക്കറിയാം മരണത്തിൻ്റെ ഈ ദുഃഖം താങ്ങാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കിയിരുന്നു. നമ്മളിന്ന് അവിടെ വീട്ടിലെ അവസ്ഥ കണ്ടപ്പോൾ മനസ്സിലായതാണ്. അതുകൊണ്ട് കൂടുതലൊന്നും ഞാനും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കും അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പറയാൻ വാക്ക് കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് ഞാനും ഉള്ളത്. ഞങ്ങൾ അതുപോലെ നടന്നിരുന്ന ആളുകളായിരുന്നു. അടുത്തതായിട്ട് ഈ അനുശോചന യോഗത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പേരാവൂർ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ രജീഷ് കെ അദ്ദേഹത്തെ സദ്യം ക്ഷണിക്കുകയാണ്. ബഹുമാനായ അനുശോചന ചടങ്ങുകൾ വേദിയിലെ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രിയപ്പെട്ടവരും പ്രിയപ്പെട്ട പേരാവൂരിലെ വ്യാപാരി സുഹൃത്തുക്കളും പ്രിയപ്പെട്ട നന്ദിക്ക് സുരേഷേട്ടൻ കാലത്തിലാണ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ അതിരാവിലെ പേരാവൂർ കേട്ടത് ദുഃഖവാർത്തയോടുകൂടിയാണ് പേരാവൂർ മരണത്തെ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, നല്ല BJP പ്രവർത്തകൻ എന്നതിനപ്പുറത്ത് പേരാവൂരിൻ്റെ വ്യാപാരി സമൂഹത്തെയും സാംസ്കാരിക രംഗത്തെയും ഒക്കെ കുട്ടികളാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടി നല്ല പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ഒരു നാടക നടനായിരുന്നു. അത്തരത്തിൽ സാംസ്കാരിക പരിപാടികളിൽ ഉൾപ്പെടെ ഇടപെടുന്ന പ്രിയപ്പെട്ട നേതാവായിരുന്നു നന്ദിത്ത് സുരേഷേട്ടൻ. സൂചിപ്പിച്ചതുപോലെ BJPയുടെ ആദ്യകാലത്ത് BJPയുടെ പ്രചാരകനായി, പ്രാസംഗികനായി, മികച്ച വാഗ്മിയായി പൊതുവേദികളിൽ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സുരേഷേട്ടൻ്റെ ഓർമ്മകൾ ഇന്നും പേരാവുന്ന ദുഃഖമാണ്. നമുക്കറിയാം, മരണം അത് അനിവാര്യമാണ്. പക്ഷേ ആകാലത്തിലാകുമ്പോഴുണ്ടാകുന്ന സങ്കടം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും ഈ നാട് നന്നാകെ ദുഃഖത്തിലാക്കിയിട്ട് ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വേദിയിലെ നേതാക്കന്മാരെ, നല്ലവരായ വ്യാപാരി സുഹൃത്തുക്കളെ, നാട്ടുകാർ, ഇവിടെ ആമുഖ പ്രസംഗത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന പേരാവൂരിൻ്റെ സഹോദരൻ സുരേഷ് നന്ദിയത്തിൻ്റെ കാലത്തിലുള്ള നിര്യാണം നമ്മയെല്ലാം ദുഃഖത്തിലാക്കിയിരിക്കും. സർവോപരി BJP പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ രാഷ്ട്രീയ പ്രവർത്തനത്തേക്ക് കടന്നു വന്നിട്ട് ജില്ലാ കമ്മിറ്റിയിലോളം എത്തി പ്രവർത്തന രംഗത്ത് ഇറങ്ങി നിന്ന ആ മനുഷ്യൻ തൻ്റെ ജീവിതകാലത്തിനിടയിൽ വ്യാപാരവുമായി മുന്നോട്ട് പോയതുകൊണ്ടാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും സുരേഷ് നന്ദിയെല്ലാം ഒരേ കാലഘട്ടത്തിൽ ഈ പഞ്ചായത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. അപ്പം ഞങ്ങൾ രണ്ടാളും അക്കാലത്ത് യൂത്തിൻ്റെ ആളുകളെന്ന നിലയിൽ രണ്ട് പാർട്ടിയെ, ഞാൻ കോൺഗ്രസ് പാർട്ടിയെ അതുപോലെ തന്നെ BJP പാർട്ടിയെ പ്രതികരിച്ച് പഞ്ചായത്തും എല്ലാ പരിപാടികളിലും ഇതുപോലെ അനുശോചന യോഗങ്ങളിലും മറ്റ് യോഗങ്ങളിലും എല്ലാം ഞങ്ങൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരിക്കും ഒരു അപരനായി തന്നെയാണ് ഞാൻ. അദ്ദേഹം ഇല്ലാത്ത യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചാൽ പോലും ചിലപ്പോൾ നമ്മുടെ KTA പോലെയുള്ള ചാനലുകാരോ ആളുകളെല്ലാം സുരേഷ് നന്ദിയത്ത് പ്രസംഗിച്ചുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെയായാലും പേരിൽ അറിയപ്പെടുന്ന ആ മനുഷ്യൻ, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് ആരോടും വെറുപ്പില്ലാത്ത നല്ല സൗഹൃദത്തോട് മാത്രം പെരുമാറുന്നതാണ്. പേരാവൂരിലെ രാഷ്ട്രീയ രംഗത്ത് എല്ലാവർക്കും ഒരു സമാധാന സ്നേഹിയായിരുന്നു. ഞങ്ങൾ ഒരുപാട് രാഷ്ട്രീയം ഒന്നിച്ച് സംസാരിക്കുകയും
അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരാവൂരിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളെല്ലാം കൊണ്ടുവെക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയുള്ള അദ്ദേഹം ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അകാലത്തിൽ വന്ന ആ രോഗം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ഇന്ന് കണ്ടവരെ നാളെ കാണാൻ സാധിക്കുന്നില്ല. അതുപോലുള്ള ജീവിതശൈലിയിലാണ് നിത്യരോഗികളായി നാട്ടുകാരും ജനങ്ങളുമെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെയും നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകുന്നേരം പോലും ആശുപത്രിയിലെത്തി ഒരു തീവ്ര ചികിത്സ വേണം, നിങ്ങൾ പരിശോധന വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും തന്നെ കൂട്ടാക്കാതെ വീട്ടിൽ പോയി സുഖമായി തൻ്റെ കുടുംബത്തെ കണ്ടുകൊണ്ട് റൂമിൽ കിടന്നുറങ്ങി രാവിലെ സുപ്രഭാതം കാണാൻ എഴുന്നേക്കാതെ മരിച്ചു ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ ആ സുരേഷിൻ്റെ ഓർമ്മകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പേരാവൂരിനെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ കഴിയാത്തതാണ്. അദ്ദേഹത്തിൻ്റെ ആ വേർപാടിൽ BJP പാർട്ടിയോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുമുള്ള നഷ്ടത്തിലും ദുഃഖത്തിലുമെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പേരാവൂർ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി പ്രധാനമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ഈ പരിപാടി. അഭ്യർത്ഥനായ അധ്യക്ഷൻ CPAP, ബഹുമാന്യനായ രതീഷും അതോടൊപ്പം സുരേഷ് ചാമ്പാർക്കും അടക്കമുള്ള പഞ്ചായത്ത് പ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും വിവിധ വ്യാപാരി സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, ഇന്ന് കാണുന്ന തലമുറയ്ക്ക് സുരേഷ് ഒരു വെറും കച്ചവടക്കാരൻ. സുരേഷിനെ അറിയുന്നവർക്കറിയാം. ഞാനൊക്കെ പണ്ട് താലൂക്ക് ആക്ഷൻ കമ്മിറ്റിയുമായി നടക്കുന്ന കാലത്ത് ആ താലൂക്ക് ആക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു ശ്രീ സുരേഷ്. അതിനും അപ്പുറത്തെ പേരാവൂരിന്റെ വികസന സമിതിയുടെ സെക്രട്ടറി. ഇങ്ങനെ ഒരുപാട് ഓർമ്മയില്ലാത്ത, അറിയാത്ത എത്രയോ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഒരു പഴയ തലമുറ, എന്നെ പോലുള്ള പഴയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അഭിവന്ദ്യനായ സുരേഷിനെ ഞാനൊരിക്കല് കർണാടകത്തിൽ വെച്ചാണ് അറിയുന്നത്. കർണാടകത്തിൽ ഞാനടക്കമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായി അവിടെ പ്രചരണത്തിൽ വന്നപ്പോ അവിടെയുള്ള ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ കേരളത്തിൽ നിന്ന് ഒരാൾ കൂടി വന്നിട്ടുണ്ട്, സുരേഷ് ജി. അപ്പൊ ഈ സുരേഷ് ജി ആരാണ് എന്ന് അന്വേഷിച്ചപ്പോ അന്നാണ് മനസ്സിലായത് അഭിവന്ദ്യനായ സുരേഷാണ് അവിടുത്തെ ഏറ്റവും മെയിൻ പ്രാസംഗികനായി വേട്ട അടക്കമുള്ള മലയാളികൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും ഗംഭീരമായി സംസാരിക്കുന്ന ശബ്ദമായി മാറിയിട്ടുള്ളത്. സുരേഷിന്റെ ശബ്ദത്തെ ശ്രദ്ധിക്കാൻ അറിയാം. അതിമനോഹരമാണ് അദ്ദേഹത്തിന്റെ ശബ്ദം. ഗാംഭീര്യം നിറഞ്ഞൊരു ശബ്ദം, ഗാംഭീര്യം തന്നെ നിറഞ്ഞൊരു ശരീരം, ഒരു മുഖം, ഇവയൊക്കെ സ്വായത്തമാക്കിയിരുന്ന സുരേഷ് എവിടെയോ വെച്ച് ഇത്തിരി മാറിപ്പോയി എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖം. സുരേഷ് പേരാവൂരിന്റെ വ്യാപാര രംഗത്ത് നൽകിയിട്ടുള്ള സംഭാവനകളൊന്നും ഞങ്ങൾ കുറിച്ച് കാണുന്നില്ല. പക്ഷെ ഒരു വ്യാപാരിയായി ഒതുങ്ങാൻ സാധ്യതയില്ലാത്ത അഭിവന്ദ്യനായ സുരേഷിന്റെ വേർപാടാണ് ഒരുപക്ഷെ കുരുത്തല പ്രദേശം അറിയപ്പെട്ടിരിക്കേണ്ട, പേരാവൂർ അറിയേണ്ട സുരേഷ് എന്ന മനുഷ്യനാണ് ഇന്ന് ഞങ്ങളോട് വിട പറഞ്ഞിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. ആ സുരേഷിനെയാണ് വളരെ വിനയപൂർവ്വം, സ്നേഹപൂർവ്വം എന്നെ പോലുള്ള ആളുകൾ അനുസ്മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വേർപാട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു വലിയ സുഹൃത്ത് ബന്ധം. നേരത്തെ പറയുമ്പോൾ ബഹുമാന്യനായ JP പറഞ്ഞു, വേട്ടയിലടക്കമുള്ള ആളുകളുമായി അതിഗംഭീരമായ ഒരു ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള അപൂർവ വ്യക്തിത്വം ഇവയൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. സുരേഷിന്റെ നിര്യാണത്തില്, അദ്ദേഹത്തിന്റെ അകാലമായ വേർപാടില് ഒരുപാട് ദുഃഖം രേഖപ്പെടുത്തുന്നു. എന്റെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം സുരേഷിന്റെ വേർപാട് വലിയ നഷ്ടമാണ് വരുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എല്ലാ സന്തോഷവും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്നും സുരേഷ് ഒരുപാട് കാലം നമ്മുടെയൊക്കെ ഓർമ്മയിൽ ജീവിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംഭരിക്കുന്നു. ബഹുമാന്യനായ ഈ അനുശോചന യോഗത്തിന്റെ അധ്യക്ഷൻ
മറ്റ് നേതാക്കന്മാരെ, സുഹൃത്തുക്കൾ, ശ്രീ സുരേഷിൻ്റെ ആകസ്മികമായ മരണം വളരെ ദുഃഖത്തോടുകൂടിയാണ് ഞാൻ വിളിച്ചത്. ഞാൻ ശ്രമിച്ചത് സുരേഷ് പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ സ്മൃതികളിൽ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയായി. അതിനുശേഷം അദ്ദേഹം വളർന്ന് വലിയൊരു രാഷ്ട്രീയ നേതാവുമൊക്കെ ആയി തീർന്നു. നേതാവിൻ്റെ സജീവ സാന്നിധ്യമായിരുന്നു സുരേഷ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ എല്ലാവിധ ഗുണങ്ങളും ഉണ്ടായിരുന്ന ഒരു നേതാവ്, അധ്യാപകരുടെ വളരെ പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥി ആയിരുന്നു സുരേഷ്. ഏതാണെങ്കിലും മരണം എന്ന് പറയുന്നത് അനിവാര്യമാണ്, വേദന അസ്ഥാനത്തുമാണ്. നമ്മളെല്ലാം ഇന്ന് വേദനയുടെ ലോകത്തിലാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇന്ന് വേദനയുടെ ലോകത്തിലാണ്. ഈ ആകസ്മികമായ എൻ്റെ പ്രിയ ശിഷ്യൻ്റെ ഇടപാടിന് വളരെയധികം ദുഃഖിക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടുമുള്ള അഗാധമായ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം. ശ്രീ അമ്പുരാജ് അധ്യക്ഷൻ ജയപ്രകാശ്, ഇതുപോലെ നമ്മുടെ എക്സ്പെൻസിൻ്റെ രജീഷ്, അതുപോലെ തന്നെ സുരേഷ് ചാലാർത്തി, കെ പി സോജ, വിദഗ്ധരായ വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന് ഞാൻ പഞ്ചായത്തിലെത്തിയപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ട് ഒരു കച്ചവടക്കാരൻ മരിച്ചു എന്നാണ് മാത്രമേ ഞാൻ അറിഞ്ഞിരുന്നുള്ളൂ. അവിടെ എത്തിയപ്പോഴാണ് സുരേഷായിരുന്നു ആ കച്ചവടക്കാരൻ എന്ന് അറിഞ്ഞപ്പോൾ എനിക്കുണ്ടായ വേദന ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം സുരേഷ് എനിക്ക് ഏറെക്കാലത്തെ പരിചയമുണ്ട്. എൻ്റെ ജന്മനാട്ടിൽ കുഞ്ഞാടെ അദ്ദേഹം വരികയും BJPയുടെ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പല പ്രാവശ്യവും എനിക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദീർഘമായ പ്രസംഗവും പ്രസിദ്ധിക്കുന്ന പ്രസംഗവും കേട്ട് എൻ്റെ മനസ്സിലിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ മുഖം വളരെ വേദനയോടുകൂടിയാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അദ്ദേഹത്തിൻ്റെ അകാല നിര്യാണത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടൊപ്പം തന്നെ ഞാനും എൻ്റെ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. എത്രയും പെട്ടെന്ന് ആ കുടുംബത്തിന് ആ വേദനയിൽ നിന്ന് കരകയറണമെന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വേദനയിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കുചേർന്നുകൊണ്ട് എൻ്റെ എല്ലാവിധത്തിലുള്ള അനുശോചനവും ഞാൻ രേഖപ്പെടുത്തുകയാണ്. യോഗത്തിൻ്റെ അധ്യക്ഷൻ, അതുപോലെ ഈ വേദിയിലുള്ള കുട്ടിത്തങ്ങളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, രാവിലെ ഒരു 9 മണിയോടുകൂടിയാണ് ഞാൻ ഈ വാർത്ത അറിയുന്നത്, സുരേഷേട്ടൻ്റെ മരണവാർത്ത അറിയുന്നത്. പെട്ടെന്നൊരു ഷോക്കായിരുന്നു. ഇന്ന ദിവസം വരെ എൻ്റെ വീടിൻ്റെ മുമ്പിൽ നടന്നുപോയി ഇവൻ്റെ ലോകവും പറഞ്ഞ് പോയ ആളായിരുന്നു സുരേഷേട്ടൻ. നേതാവിൻ്റെ ഒരു നിറസാന്നിധ്യം കൂടിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ എന്ത് പരിപാടിയുണ്ടെങ്കിലും ആ പരിപാടികളിൽ എപ്പോഴും മുന്നിൽ നിന്ന് നിറസാന്നിധ്യമായി ആ പരിപാടി കഴിയുന്നവരെ ആ നാട്ടിലോട്ട് കുടുംബക്കാരോടൊപ്പം എന്നെ സഹായിച്ചുകൊണ്ട് ആ പരിപാടി പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നിൽ നിന്ന് നയിച്ച ഒരു വ്യക്തിത്വമായിരുന്നു സുരേഷേട്ടൻ. അദ്ദേഹത്തിൻ്റെ ഈ മരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മാത്രമല്ല നാട്ടുകാർക്കും എല്ലാം വളരെ വേദനാജനകമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ മരണത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും ഉണ്ടായിരിക്കുന്ന ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് സുരേഷേട്ടൻ്റെ ആത്മാവിന് ദുഃഖശാന്തി ചേർന്നുകൊണ്ട് വ്യാപാരി വ്യവസായ സമിതിയുടെ ആദരാഞ്ജലി അർപ്പിക്കുന്നു. കുനിത്തല ശ്രീനാരായണ മഠം പ്രസിഡന്റ് ശ്രീ പുരുഷോത്തമൻ. ബഹുമാന്യരായ
വേദിയിലാകുന്ന പഞ്ചായത്ത് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനാ നേതാക്കന്മാർ സുരേഷ് നന്ദിത്തിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ കുട്ടാട്ടൻ സൂചിപ്പിച്ചതുപോലെ ഒരു കാലത്ത് എന്നതല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നെത്തലി അറിയപ്പെടേണ്ടത് സുരേഷ് നന്ദിത്തിലൂടെയായിരിക്കും. കാരണം അത്ര നല്ലൊരു പ്രാസംഗികനായിരുന്നു അദ്ദേഹം. പ്രാസംഗികൻ മാത്രമല്ല, വളരെയേറെ നിറഞ്ഞിരുന്ന ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്കറിയാം. കുരുത്തല സ്കൂളിൻ്റെ വളരെ ദീർഘമായി വീക്ഷണത്തോടെ കണ്ട ഗ്രൗണ്ട് നിർമ്മാണം അന്ന് സർക്കാർ തലത്തിലോ മറ്റ് ഏജൻസി തലത്തിലോ ഒരു സാമ്പത്തിക സഹായം പോലുമില്ലാതെ കുന്നത്തലെ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിന് നേതൃത്വം നൽകിക്കൊണ്ട് ആ വർക്ക് പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അതുപോലെ കുന്നത്തല മങ്ങുമുണ്ട് ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു നടന്നിരുന്നത്. കുന്നത്തല ശ്രീനാരായണ ഗുരുമഠം കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം. കുന്നത്തലയിലുണ്ടായ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായ SN കലാവേദിയുടെ സ്ഥാപക അംഗവും പ്രസിഡന്റുമൊക്കെയായിരുന്നു അദ്ദേഹം. വളരെ രാഷ്ട്രീയപരമായി, രാഷ്ട്രീയത്തിൽ മാത്രമല്ല പല മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് കടന്നു വന്നത്. അത് ഇവിടെ സൂചിപ്പിച്ച ഒരു രാഷ്ട്രീയത്തിൽ നിന്നുള്ള രാഷ്ട്രീയമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് കുറച്ച് ഭയമായിരുന്നു. കാരണം അന്നുണ്ടായിരുന്നത് രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായിട്ടാകുന്ന പ്രയാസങ്ങളിൽ അദ്ദേഹത്തിന് വേദനയുണ്ടായിരുന്നു. അതുകൊണ്ട് ആ രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ച് പുറകോട്ട് വന്നെങ്കിലും നല്ലൊരു സംഘാടകൻ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും കുന്നത്തല നാടിനും പേരാവിനും ഒക്കെ ഉണ്ടായ ദുഃഖത്തിൽ കുന്നത്തല ശ്രീനാരായണ ഗുരു മഠത്തിൻ്റെ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് നിൽക്കും. ബഹുമാന്യനായ അധ്യക്ഷൻ ജേട്ടൻ, വേദിയിലുള്ള സമാരാധ്യരായ നേതാക്കന്മാരെ, ഇവിടെ സുരേഷ് നന്ദിത്ത് എന്താണ് എന്ന് വളരെ ഹ്രസ്വമായ വാക്കുകളിൽ കൂടി കുട്ടേട്ടൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പകാലം മുതൽ നമ്മുടെ ഒരു വികാരമായിരുന്നു സുരേട്ടൻ. നമ്മുടെ ഒരു സഹോദരനായും ജ്യേഷ്ഠനായും ഹിന്ദുസ്ഥാനത്തും ഒക്കെ നിന്നുകൊണ്ട് വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ നമുക്ക് പല പല പ്രശ്നങ്ങൾ വരുമ്പോൾ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തന്നുകൊണ്ട് നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, സാംസ്കാരിക രംഗത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു നല്ലൊരു കലാകാരനായിരുന്നു. SN കലാവേദിയുടെ ഭാരവാഹിയായിട്ട് കുറേ കാലം ഇവിടെ ഉണ്ടായിരുന്നു പേരാവൂരിൽ. അതിൽ ഒട്ടേറെ നാടകങ്ങൾ, മുഖങ്ങളെന്ന നാടകമാണ് അവസാനമായി അതിൻ്റെ ഒരു രംഗ സജ്ജീകരണം ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒട്ടേറെ വേദികളിൽ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പോകുവാനും അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ട് അന്താളിച്ചു പോയ ഒട്ടേറെ അനുഭവങ്ങളുണ്ടായിരുന്നു. കളത്തിലും അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അപ്പം അത്തരത്തിലുള്ള നല്ലൊരു കലാകാരനായിരുന്നു, സാംസ്കാരിക പ്രവർത്തകനായിരുന്നു, പ്രഭാഷകനായിരുന്നു, അതോടൊപ്പം തന്നെ നല്ലൊരു കർഷകനായിരുന്നു. ഇവിടെയുള്ള BJPയുടെ പല നേതാക്കന്മാരും പല ആളുകളും അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി വരുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ വാഴത്തോട്ടത്തിലായിരിക്കും ഉണ്ടാകുക, കൃഷിയിടത്തിലായിരിക്കും, ചെളിമരങ്ങിയ ഉപായമൊക്കെയായിട്ടായിരിക്കും. അപ്പോൾ അവർ അന്താളിച്ചു പോകും. മൈക്കിന് മുന്നിൽ വലിയ പ്രസംഗം നടത്തുന്ന, തീപരി പ്രസംഗം നടത്തുന്ന പ്രാസംഗികൻ ഇങ്ങനെ ഈ ചെളി പുരണ്ട് നിൽക്കുന്ന അവസ്ഥ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞ എൻ്റെ ജീവിതം ഇതാണ്, കർഷകനാണ് ഞാൻ, നല്ലൊരു കർഷകനാണ്, അതോടൊപ്പം എൻ്റെ കൈ കണ്ടില്ലേ നല്ല തഴമ്പുണ്ട്. അപ്പം നല്ല കർഷകനായിരുന്നു, നല്ലൊരു പ്രഭാഷകനായിരുന്നു, എല്ലാമായിരുന്നു ശ്രീ സുരേഷ് നന്ദിത്ത്. അദ്ദേഹം ചെറുപ്പകാലത്ത് നമുക്കറിയാം കുരുത്തല സ്കൂൾ ആ ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കുന്നതിലും ശ്രീനാരായണ ഗുരു മഠം ഇതൊക്കെ നിലയിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.
ഇദ്ദേഹം ഒരു BJPയുടെ ജില്ലാ യുവജന സംഘ യുവമോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് ഉളിക്കൽ അറബി ഒരു പൊതുയോഗം നടക്കുകയാണ്. അവിടെ കുറേ ആളുകൾ ന്യൂനപക്ഷത്തിൽ നിന്ന് BJPയിലേക്ക് വന്നിരിക്കുന്ന സമയം. അപ്പോൾ എന്നോട് പറഞ്ഞു അവിടേക്ക് പോകണം, നീ എൻ്റെ കൂടെ വരുമോ? അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്ന വ്യക്തിയല്ല, നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ മറ്റേ കുപ്രചരണം ഉണ്ടാവും. അപ്പോൾ ഒരാളും പറഞ്ഞു അതൊന്നും പേടിക്കണ്ട, നമ്മുടെ വ്യക്തി ബന്ധം വേറെ, രാഷ്ട്രീയ ബന്ധം വേറെ, നീ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു. ഞാൻ പോയി അവിടെ തീപ്പൊരി പ്രസംഗം എല്ലാ കക്ഷികളെയും പ്രതിനിധിച്ചുകൊണ്ടുള്ള നടത്തിയ പ്രസംഗം കഴിഞ്ഞ് അവസാനം നമ്മൾ നാട്ടിലേക്ക് വന്നു. വേറൊരു പ്രശ്നം ഉണ്ടായില്ല. അപ്പം അങ്ങനെ വ്യക്തിബന്ധത്തെയും രാഷ്ട്രീയ ബന്ധത്തെയും രണ്ടായി കണ്ടുകൊണ്ട് വളരെ ഉള്ള ഒരു മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ അവസാന കാലത്ത് നമുക്കറിയാം ഇവിടെ ഗുരുധർമ്മ പ്രചരണ സഭയുടെ ഒരു പ്രവർത്തനമായി അദ്ദേഹം BJPയുടെ പ്രവർത്തനത്തിൽ നിന്നൊക്കെ വിട്ടുമാറിക്കൊണ്ട് ലാസ്റ്റ് ഘട്ടത്തിൽ പിന്നെ BJPയുടെ സെക്രട്ടറിയായി വന്നിരുന്നെങ്കിലും ഗുരുധർമ്മ പ്രചരണ സഭ അദ്ദേഹം ഗുരു എന്ന് പറയുന്ന അദ്ദേഹത്തിന് എല്ലാമായിരുന്നു. അപ്പം ഗുരുധർമ്മ പ്രചരണ സഭയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പേരാവൂരിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിലും അതോടൊപ്പം ഈ റോഡിൽ നടന്ന ശിവഗിരി സന്യാസിമാർ വന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനത്തിലൊക്കെ വളരെ സജീവമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നല്ല പിന്തുണ നൽകിയ ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ആ വ്യക്തിയുടെ സുരേഷേട്ടന്റെ ഈ വിയോഗം പേരാവിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ മേഖലയ്ക്ക് മാത്രമല്ല സാംസ്കാരിക രംഗത്തും വലിയ കനത്ത നഷ്ടമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഈ പേരാവിനുണ്ടായിട്ടുള്ള ദുഃഖത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയുടെ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. അംഗമായ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രകാശ്, വേദിയിലും സദസ്സിലുമുള്ള പ്രതിനിധികളടക്കമുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ള നേതാക്കളെ, സഹോദരി സഹോദരന്മാർ, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് സുരേഷ് നല്ലൊരു കർഷകനായിട്ട്, അതായത് വെള്ളംവെള്ളി കുളിക്കുന്ന പ്രദേശങ്ങളിൽ ബോസ് പറഞ്ഞതുപോലെ നല്ലൊരു കർഷകൻ എന്ന നിലയിൽ, അതുപോലെ തന്നെ അന്നത്തെ കാലം പുലിക്കൽ വരെ മാത്രമേ ബസ് വരാറുള്ളൂ. ആ ബസ്സിന് മുകളിൽ നമുക്ക് കാലഘട്ടം പോലെ കുടിച്ചിലൊന്നും വാഴക്കൊലയൊന്നും കയറ്റി പോകാറില്ല. ആ കാലഘട്ടത്തിൽ ബസ്സിന് മുകളിൽ നല്ല സുരേഷിൻ്റെ വാഴക്കൊല മാത്രമായിരിക്കും മിക്കവാറും ബസ്സിന് മുകളിൽ ഉണ്ടാകും. തലശ്ശേരിയിലൊക്കെ കയറ്റി അങ്ങനെ നല്ലൊരു കർഷകൻ, അതോടൊപ്പം തന്നെ നല്ലൊരു രാഷ്ട്രീയക്കാരൻ, നല്ലൊരു സാമൂഹിക സാംസ്കാരിക മേഖല നിറഞ്ഞു നിന്ന ഇസ്ലാമിലും അതുപോലെ തന്നെ കേരള പ്രദേശങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞ സാന്നിധ്യമായിരുന്നു സുരേഷ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ അകാല വേർപാട് ഞാനും എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ രാഷ്ട്രീയ ജനതാദളിൻ്റെയും അകാല ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകളോ വിചാരിക്കുന്നു. ഈ അനുശോചന യോഗത്തിൻ്റെ അധ്യക്ഷൻ ചേട്ടൻ, പേരാവൂരിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, വ്യാപാരി സംഘടനാ നേതാക്കളെ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ, ചേട്ടൻ്റെ ആകസ്മികമായിട്ടുള്ള വേർപാട് പേരാവൂരെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടലോടുകൂടിയാണ് ഇന്ന് കേൾക്കുകയുണ്ടായിരുന്നത്. ഞാൻ ഈ ടൗണിനകത്ത് തൊഴിലുമായി ബന്ധപ്പെട്ട് വന്ന മുതൽ 30 വർഷത്തോളം ഇതിനടുത്തായി ചേട്ടനുമായി സുരേട്ടനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 30 വർഷത്തിനിടയിൽ ഒരു വ്യാപാരി, ഒരു തൊഴിലാളി എന്ന നിലയിൽ ഒരിക്കൽ പോലും തൊഴിലാളികളോട് ഒരു മുഖം കറുത്ത് സംസാരിക്കുന്ന ഒരു സംഭവം ചേട്ടൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. വളരെ സ്നേഹത്തോടെയായിരുന്നു തൊഴിലാളികളൊക്കെ പെരുമാറിക്കൊണ്ടിരുന്നത്. ചേട്ടനും വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ സംസ്ഥാനത്തിലൊക്കെ വലിയ സംഘർഷാവസ്ഥ നടക്കുമ്പോഴും സൗഹാർദ്ദപരമായി സംഭാഷണങ്ങൾ നടത്തുന്ന ചേട്ടൻ്റെ ഒരു സംസാര ചാതുരി ഏറെ ആകർഷണീയത ഉള്ളതാണ്. പേരാവൂരിലെ എണ്ണം പറഞ്ഞ പ്രാസംഗികരിൽ ഒരാൾ കൂടിയായിരുന്നു സുരേഷ് ചേട്ടൻ എന്നുള്ളതായിട്ട് സംശയമില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്നത് എനിക്ക് ഒരു ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഈ അവസാന കാലങ്ങളിൽ കുറേയായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാറില്ല. മുമ്പെയൊക്കെ ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാറുണ്ടായിരുന്നു. ഏതായാലും ഈ പേരാവൂരിൻ്റെ വിവിധ മുഖഭാവങ്ങളുള്ള ഒരു
ഒരാളിനെയാണ് നമുക്ക് പരിചയം. കർഷകനായും സാംസ്കാരിക പ്രവർത്തകനായും രാഷ്ട്രീയ പ്രവർത്തകനായും വ്യാപാരി നേതാവായും ഒക്കെ പല വ്യത്യസ്ത മുഖങ്ങളിൽ അദ്ദേഹത്തിന് ഈ ജനങ്ങളിടയിൽ നല്ലൊരു സ്ഥാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ വേർപാട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും വ്യാപാര സംഘടനക്കും ഉണ്ടാക്കിയിട്ടുള്ള വേർപാടിൽ പേരാവൂരിലെ തൊഴിലാളികളുടെ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുന്നു. ആരാധ്യനായ വേദിയിലിരിക്കുന്ന സംഭവിച്ചത് എൻ്റെ വലിയ ഗുരുനാഥൻ യോഗമാതി സാറിന് അദ്ദേഹത്തെ വിചാരിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട യോഗമാതി സാർ അതുപോലെ നമുക്ക് എല്ലാ വ്യക്തികളും സുരേഷ് നദ്യത്തിനെ കുറിച്ച് എല്ലാവരും വളരെ വിശാലമായി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത്, എനിക്കെൻ്റെ ഒരു സഹോദരൻ നഷ്ടപ്പെട്ട വേദനയാണുള്ളത്. കാരണം സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തും ഒക്കെ എൻ്റെ കൂടുതൽ നടക്കുകയും ഒരു അനിയനെ പോലെ ഞാൻ ഗുണദോഷിക്കുകയും ഒക്കെ ചെയ്ത നല്ലൊരു വ്യക്തി. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ ഒരു പത്മശ്രീയെ കുറിച്ച് ബഹുമാനിക്കുന്ന പോലെ ഞാനൊരു സർവശ്രീ എന്ന് ബഹുമാനിക്കാറ്. സർവ്വരംഗത്തും അദ്ദേഹത്തിൻ്റെ ഗണ്യമെന്ന് വർദ്ധിച്ചാണ്. ഇവരൊക്കെ നാട്ടിൽ ഏതെങ്കിലും ഒരു രംഗത്ത് ഒരു കല്യാണ വീട്ടിലായിക്കോട്ടെ, ഒരു മരണ വീട്ടിലായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റൊരു കല്യാണ നിശ്ചയമായിക്കോട്ടെ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് സുരേഷിനെ എത്തിപ്പെട്ടാൽ അദ്ദേഹം അതൊരു പ്രത്യേക ചൈതന്യമാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രസരിപ്പും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തന്നെ അദ്ദേഹത്തെ ഇനിയിപ്പോൾ നമ്മളൊന്നും ഇവിടെ വേണമെന്നില്ല എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ ഒതുങ്ങിയിരിക്കുന്ന അദ്ദേഹത്തെ എല്ലാ കാര്യവും നോക്കി നടത്തി അങ്ങനെ എല്ലാവർക്കും സന്തോഷകരമായ ഒരു അനുഭൂതി പ്രദാനം ചെയ്യുന്ന നല്ലൊരു വ്യക്തിത്വം കൂടിയാണ്. SNV കലാവേദിയുടെ പ്രവർത്തകനായി എന്നെ കൊടുത്ത കൂടിയതിന് ശേഷം ഞാൻ ഒരിക്കലും ഒരു നാടകത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു റോള് കൊടുത്തു. അദ്ദേഹം കുറേ ഡയലോഗൊക്കെ പഠിച്ചതിന് ശേഷം നല്ലൊരു നേതാവായിട്ട് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, കളത്തിലെ ഈ ഡയലോഗ് ഒന്ന് മാറ്റി തരണം, ഇത് പോരാ. അതായത് അദ്ദേഹത്തിന് അഭിനയിക്കുമ്പോൾ ആ ഡയലോഗ് പോലെ അതിലും കുറച്ച് ശക്തമായ ഡയലോഗ് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ അടുത്ത പ്രാവശ്യത്തെ റിഹേഴ്സൽ ആകുമ്പോഴത്തേക്ക് ആ ഡയലോഗ് കുറച്ചുകൂടി കട്ടിയുള്ള ഓഡിയൻസ് അടക്കം കയ്യടിക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഡയലോഗ് അദ്ദേഹത്തിന് എഴുതി കൊടുക്കുകയും അത് അദ്ദേഹം വൈകാത്താക്കുകയും അതുപോലെ തന്നെ അത് അവതരിപ്പിച്ചപ്പോൾ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് കയ്യടി നേടുകയുണ്ടായി. അങ്ങനെ ഒരു അഭിനേതാവ് എന്ന രീതിയിൽ മാത്രമല്ല, പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, സർവ്വതോമുഖൻ, നല്ലൊരു കർഷകൻ, സാമൂഹിക പ്രാസംഗികൻ എന്ന് വേണ്ട അദ്ദേഹത്തിന് ചേരാത്ത വേഷങ്ങളിൽ, അദ്ദേഹത്തിന് യോജിക്കാത്ത ഒരു ഡ്രസ്സും ഇല്ല. ആ രീതിയിൽ എല്ലാവിധ ബഹുമുഖ പ്രതിഭയായി ഇവിടെ വിളങ്ങിയ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ നമുക്ക് ഒരിക്കലും നികത്താനാവാത്തൊരു വിടവ് തന്നെയാണ് പേരാവിനെ സംബന്ധിച്ചും ഈ നാട്ടിലെ സാമൂഹ്യ രംഗത്തും അദ്ദേഹത്തിൻ്റെ മരണത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അതുപോലെ ഈ നാടിനും ഉണ്ടായിട്ടുള്ള ദുഃഖങ്ങൾ എത്രയും പെട്ടെന്ന് ലഘൂകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് SN കലാവേദിക്ക് വേണ്ടി ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ചടങ്ങിൻ്റെ ബഹുമാനായ അധ്യക്ഷൻ വേദിയിലുള്ള രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങളെ, ഇതിലുള്ള വ്യാപാരി സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായിരുന്ന സുരേഷ് ഏട്ടൻ നമ്മളെ വിട്ടുവിട്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതലായി സുരേഷ് ഏട്ടനെ അറിയുന്നവരാണ് ഈ വേദിയിൽ ഇരിക്കുന്നവരും നിങ്ങളെല്ലാവരും എനിക്കറിയാം. സുരേഷ് നമ്പിത്ത് എന്നുള്ള പേര് പലപ്പോഴായി പലരിൽ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിലും കണ്ടിട്ട് അറിയാമെന്നല്ലാതെ ഈ 2 വർഷമായിട്ടാണ് സുരേഷ് ഏട്ടനുമായിട്ട് അടുത്ത് ബന്ധമുള്ളത്. ഞാൻ പേരാവൂർ മണ്ഡലം പ്രസിഡന്റായി ചാർജ് ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം കൂടി നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് അദ്ദേഹത്തെ പോയി കാണുകയും നമ്മുടെ കൂടെ പ്രവർത്തിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്ത സമയത്ത്
മണ്ഡല കമ്മിറ്റിയിലേക്കൊന്നും ഞാനില്ല. ഞാൻ പ്രാദേശികമായി പഞ്ചായത്ത് കമ്മിറ്റിയിലേക്ക് വന്ന് പ്രവർത്തിച്ചോളാന്ന് പറയുകയും ഇവിടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമാദ്യം എല്ലാ യോഗത്തിലും വരികയും പഞ്ചായത്ത് പാർട്ടി പ്രതിനിധികളെ പങ്കെടുക്കേണ്ട സമയത്ത് സുരേഷേട്ടൻ തന്നെയാണ് അവിടെ പഞ്ചായത്തിൽ പാർട്ടിയുടെ പ്രതിനിധിയായി വന്നിരുന്നതും സംസാരിച്ചിരുന്നതും എല്ലാം തന്നെ. പിന്നീട് അദ്ദേഹം യോഗത്തിലെല്ലാം തിരക്കുകൾ കാരണം വരാതായി വീട്ടിൽ പോയി കാണുകയെല്ലാം ചെയ്തു. പിന്നെ യോഗത്തിൽ വരാതെ അദ്ദേഹം തൻ്റെ കച്ചവടമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. നമ്മുടെ പാർട്ടിക്ക് തീരാ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. സുരേഷേട്ടനെ പോലെയുള്ള ഒരാൾ നമ്മുടെ പ്രസ്ഥാനത്തിന് ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ ചെറുതല്ല. അപ്പം എല്ലാവരും അതിനെക്കൂടെ സംസാരിച്ച എല്ലാവരും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്ക് ഓരോരുത്തർക്കും തീരാ നഷ്ടമാണ് ഉണ്ടായിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഉണ്ടായ തീരാ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനോടൊപ്പം തന്നെ എല്ലാവിധ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ മുഴുവൻ ആളുകൾക്കും വ്യാപാരി സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി.